ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവിടെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ബി ചട്ടമ്പി സ്വാമികൾ, സി കുമാരനാശാൻ, ഡി കുമാരഗുരുദേവൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25-ന് ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ജീവകാരുണ്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 25 ആരുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്ന് 1853 ഓഗസ്റ്റ് 25-നാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ബോധേശ്വരൻ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ്. 2014 ഏപ്രിൽ 30-ന് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോൾ ഇന്ത്യൻ തപാൽ വകുപ്പ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? 2014 ഏപ്രിൽ 30-നാണ്. വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത്. അപ്പോൾ ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരം. 1924 മെയ് 5-ന് ചട്ടമ്പി സ്വാമി സമാധിയായി. ചട്ടമ്പി സ്വാമി സമാധിയായതെന്നാണ്? 1924 മെയ് 5. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. 2014 ഏപ്രിൽ 30-ന് ഇന്ത്യൻ തപാൽ വകുപ്പ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പി സ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്വൈത ചിന്താ പദ്ധതി, ഇത് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, അത് സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണിത്, നിജാനന്ദ വിലാസം. വേദാധികാര നിരൂപണം, വേദാന്ത സാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഇനിയും 1-2 കൃതികളൂടെ നമുക്ക് നോക്കാം. ക്രിസ്തുമത നിരൂപണം, ദ്രാവിഡ മാഹാത്മ്യം, ഭാഷാ പത്മപുരാണം, പിള്ളത്താലോലിപ്പ്. ഇതും ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ക്രിസ്തുമത നിരൂപണം, ദ്രാവിഡ മാഹാത്മ്യം, ഭാഷാ പത്മപുരാണം, പിള്ളത്താലോലിപ്പ്. ഇത് ആരുടെ കൃതിയാണ്? ഇതൊക്കെയും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ബി വൈകുണ്ഠസ്വാമികൾ, സി അയ്യങ്കാളി, ഡി പണ്ഡിറ്റ് KP കറുപ്പൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളിയാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. അപ്പോൾ അയ്യങ്കാളി ജനിച്ചതെന്നാണ്? 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിക്കുന്നത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അപ്പോൾ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് അയ്യങ്കാളി. എന്തൊക്കെയാണ് പഠിച്ചത്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി.
ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജനാണ് ആര്? അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ്? അതും അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1937. 1937 അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത്. 1893 വില്ലുവണ്ടി സമരം ആര് നടത്തുന്നത്? അയ്യങ്കാളി നടത്തുന്നത്. അപ്പോൾ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം എന്നാണ്? 1893. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാണ് ആര്? അയ്യങ്കാളി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരം നടന്നതെന്നാണ്? 1915 കല്ലുമാല സമരം നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ പെരിനാടാണ് എന്ത് നടക്കുന്നത്? കല്ലുമാല സമരം നടക്കുന്നത്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പെരിനാട്ടുലഹള എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പെരിനാട്ടുലഹള എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? കല്ലുമാല സമരമാണ് പെരിനാട്ടുലഹള എന്ന് അറിയപ്പെടുന്നത്. 1915 കല്ലുമാല സമരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പെരിനാട്ടുലഹള എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ കല്ലുമാല സമരം നടന്ന വർഷം എന്നാണ്? 1915. കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരെന്താണ്? പെരിനാട്ടുലഹള എന്നറിയപ്പെടുന്നു. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1937. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം എന്നാണ്? 1893. ആരുടേതാണ് വില്ലുവണ്ടി സമരം? അയ്യങ്കാളി നടത്തിയ സമരമാണേത്? വില്ലുവണ്ടി സമരം. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത്. എന്നാണ്? 1893. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചതെന്നാണ്? 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ്? അതും അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ്? ഓപ്ഷൻ എ കെ ഗോപാലൻ, ബി കെ കേളപ്പൻ, സി മന്നത്ത് പത്മനാഭൻ, ഡി പി കൃഷ്ണപിള്ള. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമാണ് സവർണജാഥ. ഇത് നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. സവർണജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ സംഘടിപ്പിച്ചത്. അപ്പോൾ സവർണജാഥ ഏത് സത്യാഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ്. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മി ഭായിക്കാണ്. അപ്പോൾ വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? റാണി ലക്ഷ്മി ഭായിക്കാണ്. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1921. ശ്രീമൂലം പ്രജാസഭയിൽ മന്നത്ത് പത്മനാഭൻ അംഗമായ വർഷം എന്നാണ്? 1921. EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ വിമോചന സമരം നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വിമോചന സമരം എന്നാണ്? 1959 വിമോചന സമരം. അപ്പോൾ EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായത് എന്താണ്? വിമോചന സമരമാണ്. ഈ വിമോചന സമരം എന്നായിരുന്നു? 1959 വിമോചന സമരം നടക്കുന്നത്. ഈ വിമോചന സമരം നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്.
മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം എന്നാണ് 1947 അപ്പോൾ 1947 നടന്ന മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1947 EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായത് എന്താണ്? വിമോചന സമരമാണ്. ഈ വിമോചന സമരം നടന്നതെന്നാണ്? 1959 ആരാണ് വിമോചന സമരം നയിച്ചത്? അത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ആണ് എന്ത് നടന്നത്? സവർണജാഥ നടന്നത്. ഈ സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ സവർണജാഥ എന്തിന്റെ ഭാഗമായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്? സവർണജാഥ. സവർണജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണജാഥ. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? റാണി ലക്ഷ്മി ഭായിക്കാണ്. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്നാണ്? അത് 1921. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? ക്വസ്റ്റ്യൻ: സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അരുവിപ്പുറത്താണ് ശിവപ്രതിഷ്ഠ നടത്തിയത്. എന്നാണ്? 1888 ശ്രീനാരായണ ഗുരുവാണ് എവിടെ നടത്തിയത്? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ് ജനിക്കുന്നത്. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഭവനമാണ് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം ഏത് പേരിൽ അറിയപ്പെടുന്നു? വയൽവാരം വീട് എന്നറിയപ്പെടുന്നു. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? നാണുവാശാൻ. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് 1927 തലശ്ശേരിയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? തലശ്ശേരിയിലാണ്. 1927. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇറ്റാലിയൻ ശില്പിയാണ് സി തവാർലി. അപ്പോൾ സി തവാർലി എന്ന ശില്പിയാണ്, ഇറ്റാലിയൻ ശില്പിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ രൂപകൽപ്പന ചെയ്തത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവുമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം അറിയപ്പെടുന്നത് വയൽവാരം വീട് എന്നാണ്. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് 1927 തലശ്ശേരിയിലാണ്. മൂർക്കോത്ത് കുമാരനാണ് ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പിയാണ് സി തവാർലി.
ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത്രയുമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഓപ്ഷൻ എ കുട്ടംകുളം സമരം, ബി പാലിയം സത്യാഗ്രഹം, സി ചാന്നാർ ലഹള, ഡി കുറിച്യ കലാപം. അപ്പോൾ മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ഓപ്ഷൻ എ കുട്ടംകുളം സമരം, ബി പാലിയം സത്യാഗ്രഹം, സി ചാന്നാർ ലഹള, ഡി കുറിച്യ കലാപം. ആൻസർ ഓപ്ഷൻ സി ആണ്, ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള, മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകളിലും ഈ സമരം ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചാന്നാർ ലഹള ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത്? മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ചാന്നാർ ലഹളയാണ്. നാടാർ സമുദായത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങൾ ഒന്നായിട്ടാണ് ഏത് ലഹള വിലയിരുത്തപ്പെടുന്നത്? ചാന്നാർ ലഹള വിലയിരുത്തുന്നത്. ചാന്നാർ ലഹള നടന്ന വർഷം 1859 അപ്പോൾ ചാന്നാർ ലഹള എന്നാണ് നടന്നത്? 1859 ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് 1822 വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടന്ന മേൽമുണ്ട് സമരമാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. അപ്പോൾ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് ഏത് സമരമാണ്? 1822 മേൽമുണ്ട് സമരമാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. അപ്പോൾ എന്നായിരുന്നു മേൽമുണ്ട് സമരം? 1822 ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തത്. ചാന്നാർ സമുദായത്തിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്നത്. അതായതാണ് ചാന്നാർ ലഹളയാണ്. അത് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണിത്. ഇത് മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ഏതാണ്? അതും ചാന്നാർ ലഹളയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നാണ്? 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നാണ്? 1859 ജൂലൈ 26 മുലക്കരം എന്ന അനാചാരത്തിനെതിരെ കേരളത്തിൽ പോരാടി മരിച്ച വനിതയാണ് നങ്ങേലി. മുലക്കരം എന്ന അനാചാരത്തിനെതിരെ കേരളത്തിൽ പോരാടി മരിച്ച വനിത ആരാണ്? നങ്ങേലിയാണ്. അപ്പോൾ ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണ്? 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് 1822 വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടന്ന മേൽമുണ്ട് സമരമാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണേത്? ചാന്നാർ ലഹള. അപ്പോൾ മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ചാന്നാർ ലഹളയാണ് മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ്? 1859 ജൂലൈ 26 മുലക്കരം എന്ന അനാചാരത്തിനെതിരെ കേരളത്തിൽ പോരാടി മരിച്ച വനിത ആരാണ്? നങ്ങേലി. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് ആദ്യം മുതലൊന്ന് പെട്ടെന്ന് നോക്കാം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്വൈത ചിന്താപദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷ ഏതാണ്? ചട്ടമ്പി സ്വാമികൾ എഴുതിയത് നിജാനന്ദ വിലാസമാണ്. അപ്പോൾ ക്രിസ്തുമത നിരൂപണം ആരുടെ കൃതിയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. പിള്ളത്താലോലിപ്പും ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാരാണ്? ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ്? 1853 ഓഗസ്റ്റ് 25.
ഓഗസ്റ്റ് 25 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? 2014 ഏപ്രിൽ 30-നാണ്. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. ചട്ടമ്പി സ്വാമി സമാധിയായതെന്നാണ്? 1924 മെയ് 5. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം? 1937. വില്ലുവണ്ടി സമരം നടത്തിയ വർഷം? 1893. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ്? അയ്യങ്കാളി. കല്ലുമാല സമരം നടന്ന വർഷം? 1915. കല്ലുമാല സമരം നടന്നത് എവിടെ? കൊല്ലം ജില്ലയിലെ പെരിനാട്. പെരിനാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം ഏത്? കല്ലുമാല സമരം 1915. അദ്വൈത പഞ്ചരം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ. പിള്ളത്താലോലിപ്പ് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ ആര്? മന്നത്ത് പത്മനാഭൻ. എന്നായിരുന്നു മുതുകുളം പ്രസംഗം? 1947. EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായത്? വിമോചന സമരം. വിമോചന സമരം എന്നാണ്? 1959. വിമോചന സമരം നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924. സവർണജാഥ എന്തിന്റെ ഭാഗമാണ്? വൈക്കം സത്യാഗ്രഹം. സവർണജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്ക്? റാണി ലക്ഷ്മി ഭായിക്ക്. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്നാണ്? 1921. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? അരുവിപ്പുറം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെ? 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിൽ. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആര്? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിന്റെ ഭവനം? വയൽവാരം വീട്. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? ശ്രീനാരായണ ഗുരു. ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം? തലശ്ശേരി. 1927. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി? മൂർക്കോത്ത് കുമാരൻ. ഭാഷാപത്മ പുരാണം രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി? സി തവാർലി. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. ചാന്നാർ ലഹളയുടെ മറ്റു പേരുകൾ എന്തൊക്കെ? മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത് മേൽമുണ്ട് സമരമാണ്. നാടാർ സമുദായത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങൾ ഒന്നാണ് ഏത്? ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണ്? 1859. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് 1822 വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടന്ന മേൽമുണ്ട് സമരമാണ് ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത്. ചാന്നാർ സമുദായത്തിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണേത്? ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്ന്? 1859 ജൂലൈ 26. മുലക്കരം എന്ന അനാചാരത്തിനെതിരെ കേരളത്തിൽ പോരാടി മരിച്ച വനിത ആരാണ്? നങ്ങേലി. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.